ഡീപ് സൈലന്റ് ജിമ്മിനി അടിപൊളിയല്ലേ? അടിപൊളിയൊക്കെയാ, പക്ഷെ ഇവൻ നമ്മൾ കാണുന്ന പോലെയല്ല, ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സൈലന്റ് ജിമ്മിനിയുടെ വീഡിയോസ് ആണ്. അത് ഒരു 2-3 ടൈപ്പൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പ്രസന്റ്ലി സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഒരു ചിലപ്പോൾ വന്ന ഉടനെ പറയും, ചേട്ടാ എൻ്റെ ഒരു 20,000 രൂപയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു 14,000 രൂപ, ഒരു 15,000 രൂപയുടെ ജിമ്മിന് വേണം. പക്ഷെ അതിന് അവർ കുറെ നിബന്ധനകൾ വെക്കും. എന്താണെന്നറിയാം, അത് ഇവിടെ വരുന്നവർ മാത്രമല്ല കേട്ടോ, ചിലർ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. മെസ്സേജ് അയച്ച് നമ്മൾ വാട്സാപ്പിൽ കൂടെ സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെയൊക്കെ വരുന്നവരുണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾ ഇതുപോലെ കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ വാട്സാപ്പിൽ ഈ കാണുന്ന നമ്പർ കേട്ടോ, ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുമല്ലോ. നോർമലി മെസ്സേജ് ചെയ്യുമ്പോൾ അതിലെ വഴി നിങ്ങൾ സെയിൽ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സെയിൽ ചെയ്യുന്നവർ പോലും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 20,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു 15,000 രൂപയുണ്ട്, മെറ്റൽ ബ്ലോവർ ആയിരിക്കണം, ഓട്ടോ ക്ലീൻ ആയിരിക്കണം, എന്താ പറയുന്ന ഫിൽറ്റർലെസ് ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ നിബന്ധനകൾ വരും. ഇങ്ങനെ 1500 സക്ഷൻ പവർ വേണം. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പറയും ഒച്ച കാണരുത്, സൗണ്ട് കുറവ് വേണം. അപ്പൊ ഞാൻ മനസ്സിൽ പറയും പെട്ടളിയ പെട്ട് എന്ന് പറയും. അതിന് കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഡീപ് സൈലന്റ് ചിമ്മിനികൾ ഒന്നാമത് എല്ലാ ബ്രാൻഡിലും ഇല്ല. വളരെ റെയർ ആയിട്ടുള്ള ബ്രാൻഡുകളിൽ മാത്രമേ ഡീപ് സൈലന്റ് ചിമ്മിനികളുള്ളൂ. സൈലന്റ് ചിമ്മിനി എന്നും പറഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. പക്ഷെ സൈലന്റ് ചിമ്മിനികളെല്ലാം ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു സൈലന്റ് ചിമ്മിനി എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന എല്ലാം പറ്റിക്കൽ തന്നെയാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ, സൈലന്റ് എന്ന് മറ്റേ കവറിനകത്ത് വെണ്ടയ്ക്കാൻ മുഴുപ്പിൽ എഴുതും. എന്നിട്ട് ഈ സാധനത്തിന്റെ സൗണ്ട് ഡി ബി എത്രയാണെന്നറിയോ? 58, 52, 60 ഇതൊക്കെയാണ്. അതായത് സൗണ്ട് ഡി ബി ശരിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞോന്ന് നിങ്ങൾക്ക് അറിയാമോ? 23 to 28 അത്ര വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഡീപ് സൈലന്റ് ജിമ്മിനിലേക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു സൈലന്റ് ഡീപ് സൈലന്റ് എന്ന് ഞാൻ ഇതിനെ പറയത്തില്ല. ഡീപ് സൈലന്റ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സ്പീഡാണ് ഇതിന്റെ ഡീപ് സൈലന്റ് വരുന്നത്. രണ്ടാമത്തെ സ്പീഡും മൂന്നാമത്തെ സ്പീഡും വരുമ്പോഴത്തേക്കിനും നമ്മുടെ സാധാരണ ചിമ്മിനികളില് ഒന്നാമത്തെ സ്പീഡിന്റെ സൗണ്ട് ഇതിന്റെ മൂന്നാമത്തെ സ്പീഡിനുണ്ട്. മനസ്സിലായില്ലേ? ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ സ്പീഡ് ഇട്ടെന്ന് വെച്ചോ, നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒന്നാമത്തെ സ്പീഡ് ഇട്ട്, ഈ ഒന്നാമത്തെ സ്പീഡിന്റെ സൗണ്ട് വളരെ കുറവായിരിക്കും. നമുക്ക് ഇങ്ങനെ നിന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു ചിമ്മിനിയിലും കൂടെ ഓൺ ആക്കുക. നിങ്ങളിപ്പോ നോർമലി ഇതുപോലുള്ള ജിമ്മിനിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഒന്നാമത്തെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ നിങ്ങളുടെ നോർമൽ ടൈപ്പിലുള്ള ജിമ്മിനിയാണ്. സ്ലാൻഡിങ് ആണ്, വില കൂടുതലാണ്, പക്ഷെ നോർമൽ ടൈപ്പിലുള്ള ജിമ്മിനിയാണ്. ഒന്നാമത്തെ സ്പീഡ്. ഇതിൽ എ സിയുടെ സൗണ്ടും പുറത്ത് വണ്ടി ഓടുന്ന സൗണ്ട് ഉണ്ട്. നമ്മളിതൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ചെറിയ നോയ്സ് ഡിസ്റ്റർബൻസ് പുറത്തും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ ആ സൗണ്ട് വേരിയന്റ്, അതായത് ഇത് ഉണ്ട്, ഇത് ഒന്നാമത്തെ സ്പീഡാണ്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ സ്പീഡിലായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെയും നമ്മൾ ഒന്നാമത്തെ സ്പീഡിലായിട്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഒന്നാമത്തെ സ്പീഡിലാണ്. അതായത് ഇതിന്റെ ഒന്നാമത്തെ സ്പീഡിന്റെ സൗണ്ടിനോട് ഈ സൗണ്ട് പേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളൊരു മൂന്നാമത്തെ സ്പീഡെങ്കിലും ഇടണം. കണ്ടോ, മൂന്നാമത് ഇട്ടപ്പോഴും വന്നില്ല. അതാണ്, അതായത് എക്സ്ട്രാ ഒരു സ്പീഡും കൂടെ വരും, 4 സ്പീഡ്. ഇത് BLDC ആണ്. ഇതിനകത്ത് 7 സ്പീഡ് 9 സ്പീഡൊക്കെ വരുന്നുണ്ട്. BLDC ആയതുകൊണ്ടല്ല കേട്ടോ സൗണ്ട് കുറവ്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ചിമ്മിനികളെ വെച്ച് നോക്കിയാൽ ഇതിന്റെ ഹൈ സ്പീഡിന്റെ സൗണ്ടാണ് ഇതിന്റെ നോർമൽ സ്പീഡ് സൗണ്ട്, അല്ലെങ്കിൽ ലോ സ്പീഡ് സൗണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഡീപ് സൈലന്റ് ചിമ്മിനികൾ സാധാരണ ബ്രാൻഡുകളിൽ ഒന്നും കാണാറില്ല. നിങ്ങളിപ്പോ ഒരു ബോഷിന്റെ ജിമ്മിനി എടുക്കുകയാണെങ്കിൽ ബോഷിന്റെ ജിമ്മിനി വരുന്നത് സൗണ്ട് DB വരുന്നത് ഒരു 50 മുതൽ 77 വരെയുള്ള സൗണ്ട് DBകളാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ RPM-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 700-900 RPM ഒക്കെ കാണിക്കാറുള്ളൂ. അതേ സ്ഥാനത്ത് അതുപോലെ തന്നെ നമ്മളിപ്പം പ്യൂർ ഫ്ലെയിംസിലോ അല്ലെങ്കിൽ ഫേബറിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ 1400, 1600 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വിടുന്ന കാണാം.
അല്ലെങ്കിൽ നമ്മളിപ്പോൾ എലിക്കയിൽ പോയാലും ഏത് ബ്രാൻഡിൽ പോയാലും അതുപോലെ എഴുതി വിടുന്നതാണ്. അവരുടെ RPM കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ആ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നോർമലി നമ്മൾ നോക്കിയാൽ സൗണ്ട് എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ആ എഴുതുന്നതിന്റെ പ്രത്യേകതയാണ്, അതിനൊരു വാല്യൂം കണക്കുകളൊക്കെ ഉണ്ട്. ആ കണക്ക് വെച്ചിട്ട് അവർ മാറ്റി തിരിച്ച് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. സൗണ്ട് എല്ലാം RPM എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ സൗണ്ട് DB, അതായത് ഈ മോട്ടർ കറങ്ങുന്നതിന്റെ ഓളി അല്ലെങ്കിൽ കാറ്റ് പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഓളിയത്തിന്റെ ഇതാണ് സൗണ്ട് DB നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ചിമ്മിനി വെച്ച് കഴിയുമ്പോൾ കാറ്റിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് അല്ലെങ്കിൽ മോട്ടർ വിത്ത് മോട്ടർ അതിന്റെ ഒരു സൗണ്ടിന്റെ ആണ് നമ്മൾ ഈ സൗണ്ട് DB എന്ന് പറയുന്നത്. ഈ സൗണ്ട് DB ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇതുപോലുള്ള ഡീപ് സൈലന്റ് ചിമ്മിനികളിൽ നമുക്ക് 23 വരുന്നുള്ളൂ. ഞാൻ ഷട്ടർ ഇട്ടിരിക്കുകയാണ്, എന്നിട്ട് ഗ്ലാസ് അടച്ചിട്ടും നമുക്ക് ഇതിനകത്തേക്ക് സൗണ്ട് പുറത്തുനിന്നുള്ളത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഷട്ടർ ഞാൻ ഇട്ടു, എന്നിട്ടും പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് നല്ലതായിട്ടുണ്ട്. അപ്പൊ ഇത് 23 dB മുതൽ 28 dB വരെയാണ് നമ്മുടെ ഇതുപോലുള്ള, അതായത് നമ്മുടെ ഇതിപ്പോ ഐസ്മാർട്ട് ആണ്. ഐസ്മാർട്ട് അല്ല, വേറെ ചിമ്മിനികളുണ്ട്, സൗണ്ട് പ്രൂഫ് ഉള്ള വേറെ ചിമ്മിനികളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എലിക്കയിലാണ് അല്ലെങ്കിൽ വേർപൂളിലാണ് ഇതുപോലെ ഡീപ് സൈലന്റ് ആയിട്ടുള്ള ചിമ്മിനികൾ നമുക്ക് കാണാൻ കൂടുതലും പറ്റിയിട്ടുള്ളത്. പക്ഷെ അല്ലാതെയും ചിമ്മിനികളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് ഹൈ എൻഡ് ബ്രാൻഡിലൊക്കെയാണ് വരുന്നത്. ഭയങ്കര വിലയാണ്, നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് വരുന്നത്. ഒരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പാടാണ്. ഇതുപോലും നമുക്ക് ഇപ്പൊ ഈ ചിമ്മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, 49,000 രൂപയാണ് ഈ ചിമ്മിനിയുടെ വില വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ചിമ്മിനികളൊക്കെ വരുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് 40 മുതൽ 70, 80, 90, 1,10,000 അങ്ങനെയൊക്കെയാണ് ഈ ഡീപ് സൈലന്റ് ചിമ്മിനികളുടെ പ്രൈസ് പോകുന്നത്. ഇതെല്ലാം MRP ആണ്. നെഗോഷ്യബിൾ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളതേ ഉള്ളൂ. MRP ആണത്. അപ്പം മെയിൻലി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് തപ്പി വരുന്ന ആൾക്കാർ, അതായത് ഈ ചിമ്മിനികൾ തപ്പി വരുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇത്ര കാര്യങ്ങളാണ്. മെറ്റൽ ബ്ലോവർ വേണം, അത് വേണം, ഇത് വേണം, ഫിൽറ്റർലെസ് ആയിരിക്കണം, പിന്നെ മോഷൻ സെൻസർ. പിന്നെ പുതിയ ടെക്നോളജി ചിമ്മിനികളിൽ മോഷൻ സെൻസർ വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ മോഷൻ സെൻസർ ഉണ്ട്. അതേസമയം ഞാനിപ്പോ വേറെ ചിമ്മിനിയാണെങ്കിൽ അതിൽ മോഷൻ സെൻസർ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മെറ്റൽ ബ്ലോവർ നിങ്ങൾ മാച്ച് കളഞ്ഞേക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഡീപ് സൈലന്റ് ചിമ്മിനികളിൽ മെറ്റൽ ബ്ലോവർ വരില്ല. അതിനകത്ത് എല്ലാം വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് ആയിരിക്കും വരുന്നത്. അതായത് ഹാർഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമൊന്നും അല്ല. ഇനി പൊട്ടിപ്പോകും തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ഇവിടെ നിർത്താൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാ പറ ഇതെന്നും കണ്ടോണ്ടിരിക്കുന്നില്ല. കാരണം എന്നാ പറ. വാറണ്ടി, അതായത് നിങ്ങള് എല്ലാ കമ്പനിക്കാരും ചിമ്മിനിക്ക് പ്രോഡക്റ്റ് വാറണ്ടി 1 year കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 10 year ആണ്. എക്സ്റ്റൻഷൻ വാറണ്ടി 10 year ആണ് നമ്മളിവിടെ അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോവർ പൊട്ടിപ്പോണെ പോട്ടെ, അടുത്ത് നമ്മൾ ബ്ലോവർ തരും. പക്ഷെ അങ്ങനെ വളരെ റെയർ ആണ് സംഭവിക്കാറ്. കാരണം ഈ ഹാർഡ് പ്ലാസ്റ്റിക് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറില്ല. എന്നാലും ചില ബ്രാൻഡുകളിൽ പൊട്ടിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡീപ് സൈലന്റിൽ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം ഇച്ചിരി സ്ട്രെങ്തബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. വലിയ പ്രശ്നം സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിച്ചാൽ തന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ നിന്നാണ് എടുക്കുന്നെങ്കിൽ, അത് ഞാൻ ഊന്നി പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയി വെല്ലെടുത്തൊന്നും എടുത്തിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇതെടുത്ത് ഇപ്പൊ കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ സൗത്ത് ഇന്ത്യ ഫുള്ള് സെയിലും സർവീസും നമുക്കുണ്ട്. ഇനി അത് നിങ്ങൾ ചോദിച്ചിട്ട് പാടുപെടേണ്ട ആവശ്യമില്ല. അയ്യോ ചേട്ടാ ഞങ്ങൾ കണ്ണൂരാ കിട്ടുമോ, വയനാടാ കിട്ടുമോ, ഈവൻ ഇവിടെ അടുത്ത് വരിക തിരുവല്ലയിലാ കിട്ടുമോ എന്ന് വരെ ചോദിച്ച ടീമുകൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നണ്ണന്മാരെ, ഇത്ര കണ്ടിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളം, ഇത്ര സ്ഥലത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിലും നിങ്ങൾക്ക് സർവീസ് വരുന്നതാണ്. പിന്നെ എലിക്കയുടെ സാധനമാണെങ്കിൽ എലിക്ക ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവീസ് കിട്ടും. പിന്നെ ഈ വാറണ്ടി, നമ്മുടെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലോ വെസ്റ്റ് ഇന്ത്യയിലോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. സൗത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതായത് 4 സ്റ്റേറ്റ്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, കേരളം, ഇത്ര സ്ഥലത്തും നിങ്ങൾ വാങ്ങിച്ചു നമ്മൾ ഇവിടുന്ന് ഡെലിവറി തരും, സർവീസ് തരും, എല്ലാ സാധനങ്ങളും തരും. അതും ഡെലിവറിക്ക് നിങ്ങളുടേത് 1 രൂപ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരും കൽക്കട്ട ഒക്കെ അയക്കുന്നതൊന്നും, കൽക്കട്ട അല്ല സോറി, ബാംഗ്ലൂരും ഗോവയൊക്കെ അയക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതുവരെ, ബാംഗ്ലൂർ എപ്പോഴും ഉണ്ട്, തമിഴ്നാടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗോവയിൽ അങ്ങനെ കുറവാണ്. എന്നാൽ പോലും ഇവിടെ ഒന്നും നമ്മൾ കൊറിയർ ചാർജ് ഒന്നും ആരുടെ നിന്നും ഈടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ എനിവേ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ നിന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തും അറിയാവേണ്ട കാര്യമില്ല. പിന്നെ പുറത്തുനിന്ന് എടുക്കുക, ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതാണ് ഈ മെറ്റൽ ബ്ലോവറിനെ കുറിച്ച്, മെറ്റൽ ബ്ലോവർ കുറച്ചുകൂടെ സ്ട്രെങ്തബിൾ ആണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഒക്കത്തില്ല. ഇപ്പൊ കക്ഷത്തിരിക്കുന്ന പൂവൻ ചെയ്യൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോകാൻ നോക്കി കഴിഞ്ഞാൽ ഇത് താഴ്ത്തും.
ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡീപ് സൈലന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റൽ ബ്ലോവർ തപ്പണ്ട, അത് കിട്ടില്ല. നിങ്ങൾക്ക് PVC ബ്ലോവർ അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ബ്ലോവർ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, കുറച്ച് ഹെവിയാണ്, പെട്ടെന്ന് പോകുന്ന സാധനങ്ങളൊന്നുമല്ല. പിന്നെ ബ്രാൻഡാണ്, പോയേക്കാം. പക്ഷെ പോയാലും നമ്മുടെ ഇവിടെ നിന്നാണെങ്കിൽ സേഫാണ്. അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സക്ഷൻ പവർ. ഡീപ് സൈലന്റ് ആയിരിക്കണം, പക്ഷെ സക്ഷൻ പവർ ഞങ്ങൾക്ക് 1800, 1900, 2000-നുള്ളിലെങ്കിലും കിട്ടണം, അങ്ങനെ പറയും. അതും നടക്കില്ല ഗായ്സ്, നടക്കില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോട്ടറുകൾ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നാണ് ഈ മോട്ടറിന്റെ ഇത്. അതായത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന മോട്ടറുകളുണ്ട്, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന മോട്ടറുകളുണ്ട്. അപ്പം നമുക്ക് ഡീപ് സൈലന്റിലെല്ലാം വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന മോട്ടറുകളായിരിക്കും വരുന്നത്. അതായത് അത് എല്ലാം തന്നെ പ്ലാസ്റ്റിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയ മോട്ടറുകളുമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇപ്പൊ BLDC മോട്ടറുകളും വരുന്നുണ്ട്. പക്ഷെ അതില് നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞോണ്ട് മെറ്റൽ ബ്ലോവർ കിട്ടില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐലൻഡ്, ജിമ്മിനി അങ്ങനെയുള്ളതിലൊക്കെ മെറ്റൽ ബ്ലോവർ എന്ന് പറയുന്ന ഒരു സംഭവം കുറവാണ്. അതുകൊണ്ട് തന്നെ അതില് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഫംഗ്ഷനും കുറവാണ്. ഓട്ടോ ക്ലീൻ ഇല്ലെങ്കിൽ ചത്തു പോകുന്നു പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്തൊന്നും ഒരു കഥയില്ല. ഓട്ടോ ക്ലീനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അടുത്ത നമ്മുടെ പുറകിലുള്ള പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനെപ്പറ്റിയൊക്കെ നല്ല ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഓട്ടോ ക്ലീനും ഇതിനകത്തൊന്നും വരില്ല. ഡീപ് സൈലന്റ് ജിമ്മിനികളിൽ RPM ഒരു 1200 അല്ലെങ്കിൽ 1110 ഇത്ര സെക്ഷനേ വരുള്ളൂ. പിന്നെ ഓട്ടോ ക്ലീൻ വരില്ല. പിന്നെ എന്താ പറയുന്നത്, ഫിൽറ്റർലെസ് ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇതിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു BLDC ആണ്. ഇത് ഇത് എന്താ പറയുക, ഡീപ് സൈലന്റ് ആയിട്ടുള്ള ജിമ്മിനിയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു ജിമ്മിനി ഇവിടെ കാണിക്കാം. ഇത് കണ്ടോ, ഇതും ഡീപ് സൈലന്റ് ആയിട്ടുള്ള ജിമ്മിനിയാണ്. ഇത് BLDC അല്ല, ഇത് നോർമൽ മോട്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ ഒരു ജിമ്മിനി കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വേൾപൂളിന്റെ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വരുന്നുണ്ട്. ഇത് ഡീപ് സൈലന്റ് ആയിട്ടുള്ള ജിമ്മിനിയാണ്. ഇതിന് സൗണ്ട് കുറവാണ്. ഇതെല്ലാം നല്ല വിലയാണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഞാൻ ഐലൻഡ് ജിമ്മിനി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഡീപ് സൈലന്റ് ആയിട്ടുള്ള ജിമ്മിനിയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനകത്ത് ഇതുണ്ട്, ഇത് ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഫിൽറ്റർ എന്ന് പറയുന്നത് 3D ഫിൽറ്ററാണ് വരുന്നത്. ഈ ഫിൽറ്റർ നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് എന്താ പറയുന്ന ഒരു 6 മാസമൊക്കെ കൂടുമ്പം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു 8 മാസമോ അല്ലെങ്കിൽ 9 മാസമോ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇത് തുറന്ന് വെച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുണ്ട്, ഇത് നമ്മളിങ്ങനെ അടച്ചു വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിച്ച ജിമ്മിനിലേക്ക് തന്നെ പോവാം. അത് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് നമ്മൾ അടച്ചു വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീപ് സൈലൻറ്റ് ജിമ്മിനികൾക്ക് നോർമലി നല്ല വിലയാണ്, അതും കൂടെ മനസ്സിലാക്കുക. പിന്നെ ഇത് ഡീപ് സൈലൻറ്റിൽ ഇതിൻ്റെയും ഐലൻഡ് ജിമ്മിനി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചേട്ടന് വരുത്തിക്ക് കൊടുത്തായിരുന്നു. ഇത് ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് BLDC ആണിത്. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചതൊന്നും BLDC അല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് ഇതുണ്ട്, ഇതാണ് 3D ഫിൽറ്ററാണ് വരുന്നത്. ഇത് അലുമിനിയം മെഷ് ഫിൽറ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോട്ടറിലേക്ക് അഴുക്ക് കാര്യങ്ങളൊന്നും ചെല്ലത്തില്ല. അങ്ങനെ ഒരു നല്ല കാര്യം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോ ക്ലീൻ ഒരു വലിയ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് അതിനെ ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓട്ടോ ക്ലീൻ വരുന്നതിന് മുമ്പൊക്കെ ചിമ്മിനികൾ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും വിലയുള്ള ജിമ്മിനിയിൽ ഓട്ടോ ക്ലീൻ ഇല്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓട്ടോ ക്ലീൻ്റെ ഒരു എന്താ പറയുന്നത് ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. സെൻസർ ആയതുകൊണ്ട് അടുത്തൂടെ പോയാൽ മതി, അന്നേരം ഓണാകും. പിന്നെ ഇത് ഡീപ് സൈലൻ്റ് ആകാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാനിതിൻ്റെ ഫിൽറ്റർ എടുത്തു. ഇതിന് ഇങ്ങനത്തെ ഫിൽറ്ററും വരുന്നുണ്ട് കേട്ടോ. ഇതല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതും വരുന്നുണ്ട്. എന്താ പറയുന്ന ഈ 3D ഫിൽറ്റർ അല്ലാതെ ഞാൻ ഒരു വേറൊരു ജിമ്മിനി കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇതും അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള ജിമ്മിനി തന്നെയാണ്. ഇത് വേൾപൂളിൻ്റെ ആണ്. ഇത് പക്ഷേ ബാഫിൽ ഫിൽറ്ററാണ് വരുന്നത്. കണ്ടോ, ഇത് ബാഫിൽ ഫിൽറ്ററാണ് ഇതിൽ വരുന്നത്. ഇതിനും വലിയ സൗണ്ട് ഒന്നുമില്ല. പക്ഷേ ഇത് 28 dB ഉണ്ട്. 23 dB ആണ് ആക്ച്വലി. ഇതൊക്കെ വരുമ്പോൾ 23 dB ആണ് വരുന്നത്. ഇതുമെല്ലാം നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ വരുന്ന ചിമ്മിനികളാണ്. കണ്ടോ, ഇതെല്ലാം 3D ഫിൽറ്ററുകളാണ് വരുന്നത്. അത് 47,000 രൂപ അതിനും വിലയുള്ള ചിമ്മിനികളാണ്. പിന്നെ ഇതിൻ്റെ മോട്ടറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, മോട്ടറുണ്ട്, ഇങ്ങനത്തെ മോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റൽ ബ്ലോവർ കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ സൗണ്ട് പ്രൂഫ് പാനൽ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഇത് കണ്ടോ, സൗണ്ട് പ്രൂഫ് പാനൽ കണ്ടോ.
ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഡീപ്പ് സൈലൻറ്റ് കിട്ടുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് സാധാരണ ഇപ്പോൾ ഇതുപോലുള്ള മറ്റുള്ള സാധാരണ ചിമ്മിനികൾക്ക് സൗണ്ട് പ്രൂഫ് ചെയ്യാവുന്ന, അതായത് സൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം നമ്മൾ താമസിയാതെ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ അതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് അത് മാത്രം കൊണ്ടൊന്നും ഒരിക്കലും ഇപ്പോൾ കാഫിൻ്റെ ഇതിനു മുമ്പ് ഈ സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര ഫെയിലിയർ ആയിരുന്നു, ആരും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് മാത്രമല്ല, അതിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പേഴ്സണൽ എന്താ പറയുക, ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വശവും ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടെക്നോളജി വളർത്തിയെടുത്തത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല. പക്ഷേ അത് ഈ വർഷം തന്നെ അത് ലോഞ്ച് ആവും. കഴിഞ്ഞ വർഷം ലോഞ്ച് ആകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പുറത്തിറക്കിയാൽ ശരിയാകത്തില്ല. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ചിമ്മിനി സൈലൻ്റ് ആവണം, അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു സാധനം കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതോടനെ ഉണ്ടാവും. വലിയ വിലയൊന്നും വരത്തില്ല. ഒരു എന്താ പറയുന്ന ഒരു 6000-നകത്തെ അതിന് വില വരുള്ളൂ. കാഫിൻ്റെയും 4000 രൂപ കണ്ടാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ടെക്നോളജി പരമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട് അത്രയും വരും. പിന്നെ അതൊക്കെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ അതിനുള്ളതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ എക്സോസ്റ്റിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാൻഡിനേവിയൻ ഡിസൈനാണ്. അത് ശരിക്കും ആ നാടുകളിലൊക്കെ അതുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാനും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ സംഭവം ചെയ്യാം, അങ്ങനെ ഒരു സംഭവം പ്രൊഡക്ഷൻ എടുക്കാം എന്നൊക്കെ വിചാരിച്ചത് അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ സ്കാൻഡിനേവിയൻ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു മേളിൽ ചിമ്മിനി എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് മേളിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണിത്. അപ്പം സെർച്ച് ചെയ്യാനൊന്നും നോക്കണ്ട, കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം നിലവിൽ ഇപ്പം നമുക്ക് വാങ്ങിക്കുമ്പം ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ചിന്തിച്ച എന്നാന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ സൈലന്റ് ആണ്, 23 dB ഉള്ളു. അപ്പം നമ്മൾ ഈ പറയുന്ന സാധനം കൂടെ അതേ വെച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും കേൾക്കണമെങ്കിൽ. അതുപോലത്തെ സിസ്റ്റമൊക്കെയാണത്. ഓക്കെ, എനിവേ സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സക്സസ്ഫുൾ ആകാതെ എവിടെ പോകാനാണ്. അപ്പം ഈ സംഭവം അതായത് ഇപ്പം നിലവിൽ മറ്റുള്ള ചിമ്മിനി എടുക്കുന്നവരും പേടിക്കൊന്നും വേണ്ട. അതിന് നമ്മൾ സൈലന്റ് ആകാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റം ചിമ്മിനി വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റം ചിമ്മിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചിമ്മിനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചിമ്മിനിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മാറ്റിത്തരും. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ചിമ്മിനി നീളത്തിരിക്കുന്ന ചിമ്മിനി വട്ടത്തിലാക്കണമെന്നൊന്നും പറഞ്ഞേക്കില്ല, അതൊന്നുമല്ല. അല്ലാതെയുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൂട്ടുള്ള കസ്റ്റം ചെയ്യുന്നത് കളറുകൾ, RPM അങ്ങനെയുള്ള കാര്യങ്ങൾ, പവർ കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കാറുകളൊക്കെ മോഡിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കസ്റ്റം ചെയ്യുക എന്ന് പറയും. അത് ഒരു അമേരിക്കൻ കൾച്ചറാണത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ഇതുവരെ ആരും ഇവിടെ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നല്ല എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതലും ചെയ്യുന്ന ചൈനക്കാരാണ്. പക്ഷെ അവരിപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് അവർ എന്താ പറയുന്നത്, അവർ മറ്റുള്ള ഇതിലേക്ക് പോയി. അതായത് പുതിയ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അവർ കസ്റ്റം എന്നുള്ള സംഭവം വിട്ട് അവർ പുതിയ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അപ്പം കസ്റ്റം ജിമ്മിന് ചെയ്യാനായിട്ട് താല്പര്യമുള്ള, അല്ലെങ്കിൽ കസ്റ്റം അടുപ്പുകൾ ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പുറത്ത് പറയാറില്ല. ഞാനിതൊക്കെ പുറത്ത് പറയുന്നത് എന്നതാണ്, നമുക്ക് അതിനകത്ത് പേടിയൊന്നുമില്ല. ഇപ്പം നമ്മുടെ തലക്കകത്തിരിക്കുന്ന ആർക്കും ചോർത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. എനിവേ അപ്പോൾ അതാണ് ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. സൈലന്റ് ചിമ്മിനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മെറ്റൽ ബ്ലോവർ കിട്ടില്ല. മെറ്റൽ ബ്ലോവർ നിലവിൽ ഒരു ബ്രാൻഡുകാരും സൈലന്റ് ചിമ്മിനിയിൽ മെറ്റൽ ബ്ലോവർ ഇറക്കുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇത് ഈ ഡീപ്പ് സൈലന്റ് ചിമ്മിനികൾ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇതുപോലെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള, ഇതെന്താണ് സൗണ്ട് കുറയാനുള്ള കാരണങ്ങളെന്നാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത്. സൗണ്ട് പ്രൂഫ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മെറ്റൽ അല്ല ബ്ലോവർ വരുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം വരും, കുറവ് വരും. പിന്നെ നിലവിൽ ഫിൽറ്റർ ഉള്ള ജിമ്മിനി ആയതുകൊണ്ട് ഫിൽറ്റർലെസ് ആകുമ്പോഴത്തേക്കിനും സൗണ്ട് കൂടാനായിട്ടുള്ള ചെറിയ ചാൻസസ് കൂടുതലാണ്. അപ്പം അത് ഫിൽറ്റർ ആകുമ്പോഴത്തേക്കിനും സൗണ്ട് കുറച്ചുകൂടെ അവിടെയും ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് സൈലന്റ് ജിമ്മിനികൾ സൈലന്റ് ആവാനുള്ള കാരണങ്ങൾ. അല്ലാതെ ഇതൊരു ഭയങ്കര വലിയ വീഡിയോ ഒന്നുമല്ല.
സൈലന്റ് ജെമിനി എന്താണ് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ എന്റെ അറിവിൽ സൈലന്റ് ജെമിനികൾ എല്ലാ കമ്പനികൾക്കും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പ്യുർ ഫ്ലെയിംസിലേക്ക് നോക്കിയാൽ അവർക്ക് കാണില്ല. ഫേബറിൽ ഞാൻ സെർച്ച് ചെയ്തപ്പം ഫേബറിലും കണ്ടിട്ടില്ല, ബോഷിലില്ല. അപ്പൊ അങ്ങനെ കുറെ ബ്രാൻഡുകളിലൊന്നും ഇല്ല, ഗ്ലിൻ അങ്ങനെയുള്ള ബ്രാൻഡുകളിലൊന്നും ഇല്ല. എന്റെ അറിവിൽ വേൾപൂള്, എലീഗ, അത് രണ്ടും ഇപ്പൊ വേൾപൂളിന്റെ അണ്ടറിലാണ് എലീഗ. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സൈലന്റ് ജെമിനികളുണ്ട്. മോഡൽ ഇത് നമ്മുടെ BLDC അല്ലാത്ത മോഡലാണ് വരുന്നത്. ഇതും സെയിം തന്നെയാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുപോലെ തന്നെയാണ്. ടെക്നോളജി എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് സൗണ്ട് ഈ പറയുന്നോട്ട് ഇതുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ സ്പീഡിലായിട്ടിരിക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ടില്ല, ഉണ്ടോ? ഇത്രയൊക്കെ പുറത്ത് ആൾ വന്നിട്ടുണ്ട്. ഷട്ടർ ഇട്ടിരിക്കുകയായിരുന്നു. 9:30 ആൾക്കാരൊക്കെ വന്ന്, സ്റ്റാഫെല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. സൗണ്ടും കാര്യങ്ങളും കാണത്തില്ല. 3 സ്പീഡ്, മൂന്നാമത്തെ സ്പീഡിലിട്ട് കാണിക്കാം. കണ്ടോ, മൂന്നാമത്തെ സ്പീഡിലിടുമ്പോഴും നിങ്ങൾക്ക് വലിയ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത്രയും സൗണ്ടാണ് വരുന്നത്. കണ്ടോ, രണ്ടാമത്തെ സ്പീഡിലിട്ടാലും, രണ്ടാമത്തെ സ്പീഡിൽ എനിക്കൊന്നും സൗണ്ട് ഇല്ല. കണ്ടോ, തീരെ സൗണ്ട് ഇല്ല. കണ്ടോ. പിന്നെ ഈ ചിമ്മിനിയാണ് പിന്നെ വരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആണെന്നുള്ളത്. ഇത് നോർമൽ എന്താ പറയുന്നത് മോട്ടർ തന്നെയാണ് ഇതിൽ വരുന്നത്. BLDC മോട്ടറൊന്നും അല്ല വരുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ ഇച്ചിരി മുമ്പ് കാണിച്ചില്ലേ, ഇത് കുത്തിയിട്ടിട്ടില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഇതിന്റെ സെയിം ആണ് ഐലൻഡ് ടീമിന് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഐലൻഡ് ടീമിന്. അതും ഈ സെയിം തന്നെ ഡീപ്പ് സൈലന്റിൽ വരുന്നതാണ്. ഇതും അകത്ത് സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിരിക്കുന്ന ചിമ്മിനികളാണ്. അപ്പൊ മെയിൻ ആയിട്ട് സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിൽറ്റർലെസ് വരില്ല. നോർമൽ മോട്ടർ വരുന്നുണ്ട്, BLDC മോട്ടർ വരുന്നുണ്ട്, 2 ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ ഫിൽറ്റർലെസ് ആയിരിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്ന ഓട്ടോ ക്ലീന് അങ്ങനെയുള്ള ടെക്നോളജികളൊന്നും വരില്ല. പിന്നെ എന്നാൽ സക്ഷൻ പവർ 1000-ന് മേളിലെ സക്ഷൻ പവർ ഉണ്ട്. 1200, 1220, 1110 അത്രയൊക്കെ സക്ഷൻ പവർ വരുന്നതുകൊണ്ട് സക്ഷൻ അത്യാവശ്യം നല്ല സക്ഷൻ ഉണ്ടാവും. എന്നാൽ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഴുക്കോ കാര്യങ്ങളോ ഒന്നും കയറി ചെല്ലത്തില്ല. ഒരു 6 മാസം കൂടുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഒരു 8 മാസം കൂടുമ്പോൾ, ഭയങ്കര ഡീപ്പായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ മാത്രം, ഭയങ്കര ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ മാത്രം ഇത് ആ സമയത്തൊന്നും ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അധികം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ ഫേബറിലില്ല, പ്യൂർ ഫ്ലെയിംസിലില്ല. പിന്നെ അതുപോലെ ബ്ലോ ഹോട്ടിലൊന്നും കാണത്തേ ഇല്ല, ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന കുറെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു MI വരെ ഇപ്പൊ ചിമ്മിനി ഹോപ്പ് ഒക്കെ ഇറക്കാൻ പോവാണ്. ഇനിയിപ്പൊ നാളെ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കോയമ്പത്തൂരൊക്കെ ഓരോ മോട്ടറുകളും മറ്റേ വെള്ളം അടിക്കുന്ന മോട്ടർ ഉണ്ടാക്കുന്ന കമ്പനികൾ കണ്ടിട്ടില്ലേ? ഒത്തിരി കമ്പനികളുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ പമ്പ്, അതായത് വെള്ളം അടിക്കുന്ന പമ്പ് മോട്ടറുകൾ, അതായത് കാർഷിക ആവശ്യങ്ങൾക്കായാലും വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എല്ലാം, ഡൊമസ്റ്റിക്കും അല്ലെങ്കിൽ കൊമേഴ്ഷ്യലും ആയിട്ടുള്ള എല്ലാ മോട്ടറുകൾ ഉണ്ടാക്കാനായിട്ട് ലോക്കലി വരെ ആൾക്കാരുണ്ട്, ലോക്കൽ പമ്പുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരവസ്ഥയിലേക്ക് മിക്കവാറും ചിമ്മിനി ഹോപ്പും പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇനിയിപ്പോ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സാധനം ചെയ്യാൻ തുടങ്ങും, എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി ചെയ്യാൻ തുടങ്ങുന്നല്ല, ഓൾറെഡി ഇറങ്ങി. എന്നിട്ട് ആരെ കൊണ്ടേലും വലിയ സെലിബ്രിറ്റിയെ കൊണ്ട് പരസ്യം ചെയ്യിച്ചാൽ ഈ സാധനം വിറ്റുപോക്കോളും. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലോ, ഇപ്പോഴും ഒരു ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ധാരണ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഒരു ബ്രാൻഡിലൊക്കെ ഒരു നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ന് രാവിലെ കൂടെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഡീപ്പ് സൈലന്റ് വരുന്നത് കൂടുതലും മോസ്റ്റ്ലി എലീഗ അല്ലെങ്കിൽ വേൾപൂളിൽ. പക്ഷെ ഡീപ്പ് സൈലന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനൊന്നുമില്ല. അവര് കുറച്ച് ചിമ്മിനികൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ 1-2 ചിമ്മിനികൾ സൈലന്റ് ആണ്. അത് നമുക്കറിയാം ഡീപ്പ് സൈലന്റ് ആണ് ആസ് എ ടെക്നീഷ്യൻ. പക്ഷെ അവർക്കൊന്നും ഒരു കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ സെയിൽസ്മാൻ പോലും അറിയില്ലായിരിക്കും ഇതിൽ ഏതൊക്കെ സെക്ഷനിലാണ് ഡീപ്പ് സൈലന്റ് വരുന്നത്, മറ്റേതിൽ എങ്ങനെയാണ് വരുന്നത്, എത്ര DB ഉണ്ട്, ഇതൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം സൈലന്റ് ഇപ്പൊ ചുമ്മാ പുറത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ സൗണ്ട് DB ഇപ്പൊ നിങ്ങളോട് ഒരാൾ വന്ന് പറയാ ഈ ചിമ്മിനി, ഒരു സെയിൽസ്മാൻ എന്ന് പറയാം, ഈ ചിമ്മിനി ഇത്ര ഭയങ്കര സൈലന്റ് ആണ്, ഡീപ്പ് സൈലന്റ് ആണെന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങൾ ചോദിക്കേണ്ട എത്ര DB ആണ് അതിന്റെ സൗണ്ട് എന്ന് ചോദിക്കുക. ഒരു 23 to 28 ഒക്കെ ആണെങ്കിൽ ഡീപ്പ് സൈലന്റ് ആയിരിക്കും. അതായത് ഒന്നിലൊന്നും ഇട്ടാൽ നമ്മൾ അറിയത്ത് പോലും ഇല്ല. ഞാൻ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവര് കാണും, കണ്ടിട്ട് പറയും ചേട്ടാ ഈ ചിമ്മിനി കൊള്ളത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത് വേറെ ഒന്നല്ല, വിലയുടെ കാര്യം കൊണ്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. ഇത്ര പിശൊക്കെ കാണിച്ചിട്ട് എന്നെ ഉണ്ടാക്കാനായിട്ടാണ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും, മറക്കില്ല കേട്ടോ. ടേക്ക് കെയർ, ബൈ.
ഈ 3 സ്പീഡിൽ 3 സ്പീഡ് ഇട്ട് കഴിയുമ്പോൾ വരുന്ന ഒരു സൗണ്ട് dB ഉണ്ട്. ആ അത്രയും സൗണ്ടിന്റെ വോളിയം ഉള്ളൂ നമ്മുടെ ഇതിന്റെ. എന്നെ കൂടെ നിങ്ങൾ തെറ്റിക്കും, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സാധാരണ ചിമ്മിനിക്ക് ഒന്നാമത്തെ സ്പീഡിന്റെ സൗണ്ട് ആണ് നമ്മുടെ ഇതുപോലുള്ള സൗണ്ട് പ്രൂഫ്, അതായത് നമ്മുടെ ഇതുപോലുള്ള ഡീപ് സൈലന്റ് ചിമ്മിനികളുടെ ഒന്നാമത്തെ സ്പീഡ്. മൊത്തം തെറ്റി. ഒന്നും കൂടെ പറയാം, ഇനി ഞാൻ പറയത്തില്ല. ഇതിന്റെ മൂന്നാമത്തെ സ്പീഡ്, സാധാരണ ചിമ്മിനികളുടെ മൂന്നാമത്തെ സ്പീഡിന്റെ സൗണ്ട്, അതായത് 3 സ്പീഡ് ഇടുമല്ലോ, ആ 3 സ്പീഡിന്റെ സൗണ്ട് സാധാരണ ചിമ്മിനികൾ BLDC ഒക്കെ നോക്ക്, മാറ്റി മതി BLDC എല്ലാം മാറ്റി മതി. സാധാരണ ചിമ്മിനിയുടെ മൂന്നാമത്തെ സ്പീഡ് ഇടുന്ന സൗണ്ടേ ഉള്ളൂ നമ്മുടെ ഈ ചിമ്മിനിക്ക്. പണ്ടാര യെസ്, നമ്മള് ഇതിന്റെ മൂന്നാമത്തെ സ്പീഡ് ഇടുമ്പോ, അല്ലെങ്കിൽ 4ാമത്തെ സ്പീഡ്, ചില മോട്ടോറുകൾക്ക് 4 സ്പീഡ് ഉണ്ടാവും. 4ാമത്തെ സ്പീഡ് ഇടുമ്പോ, അതായത് ഡീപ് സൈലന്റ് ചിമ്മിനികൾക്ക് 4ാമത്തെ സ്പീഡ് ഇടുമ്പോ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സാധാരണ ചിമ്മിനികളിൽ 1ാമത്തെ സ്പീഡ് ഇടുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പൊ സെറ്റായില്ലേ? ഇത് പറയാൻ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദൈവമേ, രാവിലെ മൊത്തം മള്ളിയാണ്.